അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്ത് ഫുസ്സിലത്ത് അതിനെ 44-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ ജഅൽനാഹു ഖുർആനൻ അഅജമിയ്യൻ ലഖാലു ലൗലാ ഫുസ്സിലത് ആയാതുഹു. അതിനുശേഷം ഒരു ഹംസയും അതിനുശേഷം ഒരു അലിഫ്, അതിന് മേലൊരു സർക്കിളും കാണാം. ഇതെങ്ങനെയാണ് ഓതേണ്ടത്? ഇത് യഥാർത്ഥത്തിൽ അഅജമിയുൻ എന്ന പദം അതിനു മുമ്പ് ഒരു ഹംസത്തുൽ ഇസ്തിഫാം വന്നതാണ്. പലരും ഇത് അഅജമിയുൻ എന്ന് നീട്ടി ഓതും, ചിലർ അഅജമിയുൻ എന്ന് രണ്ടും ക്ലിയർ ആക്കിയിട്ട് ഓതും. എന്നാൽ നമ്മൾ ഓതുന്ന റിവായത്ത് അഥവാ റിവായത്ത് ഹഫ്സൻ ആസിമിൽ ഇത് പാരായണം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ ഹംസ തഹ്ഖീഖ് ചെയ്തുകൊണ്ടും രണ്ടാമത്തെ ഹംസ തസ്ഹീൽ ചെയ്തുകൊണ്ടുമാണ് ഉച്ചരിക്കേണ്ടത്. തഹ്ഖീഖ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹംസ ക്ലിയർ ആക്കി പരിപൂർണമായിട്ട് ഉച്ചരിക്കുക, ആ എന്ന് തന്നെ പറയാം. എന്നാൽ തസ്ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹംസയുടെയും അലിഫിൻ്റെയും ഇടയിലുള്ള രൂപത്തിൽ ഉച്ചരിക്കുക എന്നുള്ളത്, അതായത് ഈ രൂപത്തിലേ വരുള്ളൂ. അപ്പോൾ അങ്ങനെ പാരായണം ചെയ്യുന്ന സമയത്ത് അഅജമിയുൻ എന്നല്ല പറയാം, അഅജമിയുൻ അഅജമിയുൻ ഈ രൂപത്തിലാണത് പാരായണം ചെയ്യേണ്ടത്. ഇമാമുമാർ ഇത് പാരായണം ചെയ്യുന്ന കൂടെ നമുക്ക് കേൾക്കാം. أعجمي وعربي أعجمي وعربي أعجمي وعربي أعجمي وعربي أعجمي وعربي